അങ്ങനെ അവരുടെ തന്നെ ഹോസ്പിറ്റലായ SJK സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെത്തി. ജോൺ പേടിച്ച പോലെ തന്നെ ആയതിന് ചെറിയൊരു കാർഡിയാക് അറസ്റ്റ് പോലെ ഉണ്ടായതാണ്. അവളുടെ ഹെൽത്ത് വളരെ മോശമായിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് ഒരു കോൾ വന്നു. ജോൺ പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ സിബി. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞു സിബി, എന്താണ്? സിബി, ഒരു നിമിഷം, എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. നീ കറക്റ്റായിട്ടാണ് ആൻസർ തരണം. സാർ, ചോദിച്ചോ. സിബി, ഇന്ന് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, ആയുസ് കൃഷ്ണദേവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ വെച്ച്? അത് സാർ, പറ. അപ്പോ അവിടെ വെച്ചാണോ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അല്ലേ? ആരാ ആയുസിനെ അടിച്ചേ? അത് സാർ ആരാ? ജെയിംസാ. എന്താ കാര്യം? അത് നാളെ അവനോട് ചോദിക്കാതെ പാർക്കിൽ കൊണ്ടുപോയിരുന്നാണ്. പാർക്കിൽ കൊണ്ടുപോയതിന് എന്തിന് ആയുസിനെ അടിക്കണം? അത് അവൻ ടെൻഷനായപ്പോ. അത് മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല സാർ, അത് ആയുസിന്റെ താമസിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയും ഒത്തിരി വഴക്ക് പറയുകയും ചെയ്തു. അപ്പൊ അതാണ് കാര്യല്ലേ? എന്നിട്ട് എന്താ നിന്റെ സാറ്? സാർ നിങ്ങളെ കൊണ്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ട് സാർ. ശരി, പിന്നെ നിന്റെ സാറിനോടൊന്ന് പറഞ്ഞേക്ക് ആയുസ് ഇപ്പൊ ഹോസ്പിറ്റലാണെന്ന്. സാർ, ആയുസിന് എന്താ പറ്റിയ? ആയുസിന് എന്താണോ പറ്റിയെന്ന? നിങ്ങളെല്ലാരും കൂടെ ചേർന്ന് അവനെ കൊല്ലാനുള്ള വഴി ഉണ്ടാക്കി വെച്ചു. അതൊരു പാവല്ലായിരുന്നു. എന്റെ ഒരു ബുദ്ധിമോശം കാരണല്ലേ ഇത്രയും ഉണ്ടായത്. ഞാൻ ചേർത്ത് വിടലായിരുന്നു ആ കമ്പനി, അതും അവനുള്ള കമ്പനിയിൽ. ഒരു പെങ്കൊച്ചിനെ അവൻ കൊന്നതാ. ഇനി ഇതിപ്പോ രണ്ടാമത്തത്. ഈ പാവമൊക്കെ അവൻ എവിടെ കൊണ്ടുവന്ന് ഇല്ലാതാക്കും? ഈ സെബി, നീ ഇങ്ങോട്ട് വരണ്ട. നീ നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേര് അവൻ ചെയ്തു കൂട്ടി വെക്കുന്നതൊന്നും അത്ര നല്ലതല്ലെന്ന്. ഇതിന്റെയൊക്കെ ശാപം എങ്ങും കൊണ്ട് കഴുകി കളയാൻ പറ്റത്തില്ലെന്ന്. വേണമെന്ന് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ പാവം പിടിച്ചൊരു കുഞ്ഞ് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഞാൻ അവനെ നേരിലൊന്ന് കാണുന്നുണ്ട്. അത് പറഞ്ഞുതരാം അവനോട്. ആയുസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ ഈ ഒരു മുഖമായിരിക്കത്തില്ല അവൻ കാണുന്നത്. ശരി, എന്തായാലും അവനോടൊന്ന് ഇൻഫോം ചെയ്തേക്ക്. ഇല്ലെങ്കിൽ അവന് നാളെ കൊലക്കുറ്റത്തിനകത്ത് പോയി കിടക്കേണ്ടി വരും. അതിന് ഇപ്പോഴേ മുൻകൂർ ജാമ്യം വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞുതരാം അവനോട്. അല്ലെങ്കിലും അവനൊന്നും പുത്തരിയല്ലല്ലോ ജയിലിൽ പോയി കിടക്കുന്നത്. ജയിൽവാസിയില്ലേ അവൻ? നിനക്ക് നോവുന്നുണ്ടാവും, നിന്റെ ഫ്രണ്ട് അല്ലേ, ബെസ്റ്റ് ഫ്രണ്ട്. എന്തായാലും ഇതിനെല്ലാം കാരണക്കാരനായ അവനെ ഒന്ന് വിളിച്ചേക്കാം. വിളിച്ച് പറഞ്ഞില്ലേ അത് ശരിയാകത്തില്ല. ഞാൻ ചെയ്യുന്ന വഴി തെറ്റായിരിക്കും. അവനും കൂടെ അറിഞ്ഞിരിക്കട്ടെ അവൻ കോൺസ് കൂട്ടുന്ന ആരൊക്കെയാണ് ബലിയാടാവുന്നത്. എത്ര വന്നാലും അവൻ പഠിക്കത്തില്ല. ആരെയും മനസ്സിപ്പോ ഇതേ വേദനയായിരുന്നു. ഇവിടെ ആയുസ് ഹോസ്പിറ്റലിൽ കിടക്കില്ലായി. അത് അവൻ കാണും. ഇവൻ എന്താ ഒന്ന് വന്നാലും രണ്ട് വന്നാലും പഠിക്കാത്ത പാവം. ഏത് സമയത്താണോ എന്തോ സാറിന് ആയുധ ഇവിടെ ചേർക്കാൻ തോന്നിയത്. ജോൺ സാർ അപ്പോഴേ പറഞ്ഞതാണ് ഇവന്റെ പി ആക്കണ്ട. ഞാനാ സാറിനോട് പെട്ടവൻ ചെയ്തിട്ട് ആയുധ നല്ലൊരു സാലറി കിട്ടിക്കോളെന്ന് കരുതി ഇവന്റെ പി ആക്കിയത്. അത് വേണ്ടായിരുന്നു ഇപ്പൊ തോന്നാം. ഇവൻ മനുഷ്യൻ കാലിന് പോലും കുറച്ചെങ്കിലും ദയാദാക്ഷിണ്യം കാണാം. പക്ഷെ ഇവൻ ഒട്ടുമില്ല. ഇവനെ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പൊടിക്കൊല്ലെ വശമായി പോവും. എങ്ങനെയെങ്കിലും ഇവരെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ആരാണെന്നുള്ള രഹസ്യം ഇപ്പോഴും ഞാൻ അവനോട് പറയാതിരിക്കുന്നത് മോശം. ഇല്ലെങ്കിലും എല്ലാത്തിനോട് അവസാനം ഞാൻ കണ്ടെത്താം ആരാണ്. ഇല്ലെങ്കിൽ ശരിയാവില്ല. കാലൻ എത്ര വന്നാലും പഠിക്കാത്ത കാലൻ. ഇനി നമ്മൾ സംസാരിച്ച് നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നല്ല വേണ്ടി പെട കൊടുക്കുക.
എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി പോയി. അങ്ങനെ ഏതൊരു സാഹചര്യത്തിൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്നാണ് വാക്ക് കൊടുത്തു പോയി. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ഞാൻ കൂട്ടി നിൽക്കണമെന്നുണ്ടോ? ആ പാവമൊക്കെ ഞാൻ ഇവിടെ പോയി കളയും. എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണേ. എനിക്ക് ഇനിയെങ്കിലും ആയുസ് ആരാണെന്ന് അവര് പറഞ്ഞു കൊടുക്കണം. ആയുസിന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കും. ആയുസേ, സോയായും ഞാൻ കാരണം ഒരുപാട് വേദനിക്കുന്നത്. എല്ലാ രഹസ്യങ്ങളും ഇനിയും മറിച്ചു വെച്ചിട്ട് കാര്യമില്ലായോ? എന്തായാലും അവനൊന്ന് പോയി കാണും. ഫോൺ പിടിച്ചിട്ടാണെങ്കിൽ അവൻ എടുക്കുന്നില്ല. നശിച്ചാൻ എന്തായാലും നേരിട്ട് പോയി പറയുമോന്നും പറ്റുവാണെങ്കിൽ ഒരടി കൊടുക്കുകയും ചെയ്യണം. ഇതൊന്നും ഞാൻ ചെയ്തില്ലേ, ശരിയാവില്ല. എന്തായാലും അവന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം, അതാണ് നല്ലത്. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ 2 പടയും കൊടുത്തിട്ട് അവനെയും കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെയും കൂടെ അറിയട്ടെ എന്താ ആയുധം പറ്റുന്നതെന്ന്. എന്റെ കർത്താവേ, ആയുസിന് ഒരാൾക്കും പറ്റില്ലേ. അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരണേ. എന്റെ കർത്താവേ, കാത്തോണേ അവളെ. ഹലോ ജീൻസേ, എന്റെ പൊന്നിനും സ്വപ്നം കാണുക ഇനി ആരെ കൊല്ലാം, എങ്ങനെ കൊല്ലാന്ന്, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ആരെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എങ്ങനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാന്ന്. എന്താടാ ഇപ്പോഴും നീ ഓവറായോ? എത്രയും കീറി നീ. എന്താ നീ ഇങ്ങോട്ട് വന്നിപ്പോ? ഓ, ഞാനൊരു കാര്യം അറിയിക്കാൻ വന്നതാ. അത് അറിയിച്ചിട്ട് ഞാൻ അങ്ങ് പോവും. ഇവിടെ പൂർക്കാൻ വേണ്ടി ഒന്ന് വന്നല്ലേ ഞാൻ. എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നേ? വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ, എന്നെ ഒരിടത്തും കൊണ്ടാക്കണ്ട, മറ്റേടത്തും കൊണ്ടാക്കണ്ട. എനിക്ക് തനിയെ നടന്നു പോകാൻ അറിയാം. അതും അല്ലെങ്കിൽ എനിക്ക് കാറുണ്ട്, കാറിൽ പോകാൻ അറിയാം. എടാ, എന്തിനാ നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? കാര്യം പറഞ്ഞേ, എന്താ പ്രശ്നം? നീ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കിയ? ഹോ, നിന്റെ കണക്ക് വഴക്കാളിയല്ല ഞാനൊരു മാഫിയ കിങ്ങല്ല. പുറമെ ഒരു മുഖംമൂടിയും അകമേ വേറൊരു മുഖംമൂടിയിട്ട് എല്ലാരെയും പറ്റിക്കാൻ. എടാ, എന്താ നിനക്ക് എന്താ പ്രശ്നം? അതാദ്യം പറ, അല്ലാതെ ചൊറിയാൻ നിൽക്കാതെ. ആ, നീ ഇന്നെന്തിനാ ആയിനെ തല്ലി? ഓ, അവൾക്ക് വേണ്ടി വാദിക്കാൻ വന്നേ നീ? അവളുടെ ലോയറാ? എടാ, കാശിന് വേണ്ടി കണ്ടമാനം നടക്കുന്നതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിന് നീ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. നീ എന്തിനാ അവൾക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നേ? എന്താ നിന്റെ കൂടെ അവള് അന്തി ഇറങ്ങിയിട്ടുണ്ടോ? നിർത്തല പണ്ടം മോനെ. ഓടാ, എന്നിട്ട് ഞാൻ വിളിച്ചുകൂടാത്തെ. പക്ഷെ നീ എന്നെ കൊണ്ട് വിളിപ്പിച്ചത് നല്ലൊരു തന്തയ്ക്കുണ്ടായതല്ലേടാ നീ. ആ തന്തയുടെ ഒരു സ്വഭാവം പോലും നിനക്ക് വന്നിട്ടില്ല. ഓ, എന്റെ തന്തയുടെ സ്വഭാവം പറഞ്ഞെന്നെ പഠിപ്പിക്കാൻ തന്നെയാ. അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. നല്ല തന്തയ്ക്കും നല്ല കുടുംബത്തിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീ വന്ന വഴിയാണ് തെറ്റ്. തെറ്റാണെങ്കിൽ തെറ്റ്. നീ എന്തിനാ എന്റെ കൂടെ നിൽക്കുന്നു? നീ പൊക്കോണം. ആടാ, ഞാൻ എന്റെ കൂടെ നിന്ന് എല്ലാ തെമ്മാടിത്തരത്തും ആരോടും ഒന്നും പറയാതെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ എന്ന് കരുതി. അപ്പോഴേ നിനക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കി എന്തായിരുന്നു പോവാന്. അത് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടൊന്ന് പറയിട്ടുണ്ട് ജീംസ്. നീ കാരണം ആതിര അവൾക്ക് നീ ഒരു നല്ല മരണമാണോ കൊടുത്തേ? അല്ലല്ലോ, നിന്റെ കൺമുന്നിൽ വെച്ചില്ലടാ കുറെ പേർ ഒളിപ്പിച്ച് ചെയ്യേ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോ ജീംസേ, അത് കൂടിപ്പോവും. എനിക്ക് എന്തധികാരാ ഉള്ളത്? എന്നെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നീ എന്തുകൊണ്ടാ വിചാരിക്കുന്നേ? എനിക്കറിയാടാ, ഞാൻ തന്നെ കാരൻ. ഞാൻ ചോദിച്ചതിന് ഉത്തരം നീട്ടാ. നീ അവളുടെ കൂടെ അന്തി ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ അവൾക്ക് വേണ്ടി വാദിക്കേണ്ട ആവശ്യമില്ല. അവന്റെ പേഴ്സണൽ കാര്യത്തിൽ വന്ന് ഇടപെടേണ്ട ആവശ്യമില്ല. നീ എന്റെ ഫ്രണ്ടാണ്, അല്ലാതെ എന്റെ അപ്പനല്ല. അപ്പനെ പോലും ഞാൻ മര്യാദ കൊടുത്തിട്ടില്ല. അത് കൊടുക്കത്തില്ലടാ. നീ അതേപോലെ ഒരു കാലനായിപ്പോ. എന്നോട് നിർത്താനാ പറഞ്ഞേ. ഉറങ്ങിപ്പോറ എന്റെ വീട്ടിൽ. എനിക്ക് നിന്നെ കാണണ്ട. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കണ്ണുവേണ്ട. നിന്റെ ഒരു കാര്യം അറിയിക്കാനാ വന്നോ? അത് നിന്റെ അച്ഛൻ പറഞ്ഞിട്ട്. ഓ, എന്റെ അച്ഛൻ പറഞ്ഞിട്ട് വന്ന? അതേടാ, നിന്റെ അച്ഛൻ പറഞ്ഞിട്ട് വന്ന.
നീ രാവിലെ അടിച്ചതുകൊണ്ടല്ലോ ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ എനിക്കെന്ത് വേണം? അവളായിട്ട് റിസൈൻ ചെയ്തു പോയതാ, അല്ല ഞാനായിട്ടൊന്നും ചെയ്തതല്ല. നിന്റെ അവർക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ നീ കരയിച്ചതാണ് പാവത്തിനെ. വീണ്ടും എന്താ നീ പറഞ്ഞത്? ആടാ, നിനക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അച്ഛനും അമ്മയും എന്നോട് ചോദിപ്പിച്ച് വെച്ച പെൺകുട്ടികൾ കൃഷ്ണദേവ് സാറിന്റെ മക്കളും. എന്താ കൃഷ്ണദേവന്റെ മകനാണോ? ആയി ആടാ, അവളോ നീ അവരെ കേട്ടാനിരുന്ന കഥ വർഷങ്ങൾക്ക് വേണ്ടി അതിന്റെ നാട്ടുകൾ വെച്ച ആദരാവെന്ന് കയറിയത്. ഇത്രയും ഞാൻ പറഞ്ഞെന്നും കരുതി നീ വീണ്ടും ആളുന്ന വേദനിക്കാൻ നിന്നോ? നിന്നെ ഞാൻ പറഞ്ഞില്ല. നീ ഞാൻ അവളെ ഫ്രണ്ട്ഷിപ്പ് എവിടെ വെച്ച് അവസാനിക്കാം? നീ എന്താ കരുതിയേ? അത് നീ ഉദ്ദേശിക്കുന്ന പോലെ പണത്തിന്റെ പുറം നടക്കുന്ന ഒരു പ്ലാണ്. എനിക്ക് അവിടെ തെറ്റിനൊക്കെ നിന്നെക്കാളും എന്നെക്കാളും വലിയൊരു മനസ്സിന്റെ ഉടമയാണ്. ആ മനസ്സിനെ നീ വേദനിപ്പിച്ചു പോകുന്നു. പിന്നെ 3 വർഷമായിട്ട് അവിടെ പിറകു നടക്കും അവളറിയാതെ. ഞാൻ അവളെനിക്ക് ഇഷ്ടമാണ്. ഇനി ശരീരം പോലും അവളെ തട്ടാൻ പാടില്ല. തട്ടിക്കൊള്ളില്ല. വന്ന മോനെ ഞാൻ വെച്ചെടുത്തിൽ നിന്നിട്ട് കുറവള്ളി ഞാൻ പറിച്ചു പിടിച്ച് കളഞ്ഞായി. സ്റ്റീഫൻ ജോൺ കുര്യൻ നീ ഉദ്ദേശിക്കുന്ന ആളല്ല ആയും. പിന്നെ ഒരു സെന്റിമെന്റ്സും അള്ളിയായിട്ട് നീ കാണാൻ പോണ്ട. എനിക്കത് ഇഷ്ടമല്ല. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എന്റെ പൊന്നിനെ അടിക്കാൻ നിനക്ക് ആരാണ് അധികാരം തന്നെ? അതിന് ഞാനൊരു പ്രിയമല്ല. നിന്നെ പോലെ നിന്റെ കണ്ണിന്റെ വെച്ചിട്ട് ആഗ്രഹം നശിപ്പിച്ച് കൊള്ളപ്പോ നീ നോക്കി നിന്നിട്ടുണ്ടാവും. അതിൽ ഈ സിബി സെബാസ്റ്റ്യനും കിട്ടതില്ലേ? പണത്തിൽ പോയങ്ങനെ പോവാ. ഇനി എന്റെ ആളിന്റെ മുകളിലോട്ട് നീ വരാൻ പാടില്ല. നീ വന്ന നിന്നെ ഞാൻ വെച്ചിട്ടില്ല. നീ പോട്ടടാ. ഇതാ അവൾ ഡിസൈൻ ചെയ്തു, ഞാനും ഡിസൈനിലൊക്കെ നമുക്ക് തരില്ല. ഇനി കൂട്ടുകാരാണോ മറ്റടുത്ത പോകാനുണ്ടെന്ന് എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനോ വരാൻ പാടുക. ശരി ശരി. ഒരു പെണ്ണിനോട് തന്നെ പാടുവാനും ഉദ്ദേശിച്ചു പോവാ. ഇപ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് ഞാൻ കട്ട പൊട മൈൻഡ്. ശരി എടാ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഇനി ഞാൻ നടത്തി പറഞ്ഞ കല്യാണം. ശരി, നിന്റെ ചടങ്ങാണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എനിക്കവളെ ഇഷ്ടം. ഇപ്പൊ തന്നെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. അവളുടെ അച്ഛനോട് അമ്മയോടും ഞാൻ ചൊല്ലിക്കാതെ അറിയിക്കാൻ പോകും. എനിക്കവളെ വേണം. നിനക്ക് വേണ്ടി വിട്ടുതരാൻ പറ്റത്തില്ല. എടാ അന്ന് കിട്ടി, എനിക്കിഷ്ടമല്ല. പോടാ. ഇവന് എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഇവന് എല്ലാം അറിയാവുന്നുണ്ട്. എന്റെ ആഗ്രഹത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ കരുതാൻ പോകും പറ്റില്ലെന്നാണ് അറിയാവുന്നുണ്ട്. അവർക്ക് പറഞ്ഞുകൊണ്ട് ആരും വരാൻ പാടില്ല എന്റെ ലൈഫ്. അത് എനിക്ക് കാണാനും പറ്റില്ല. ഞാൻ കാരണം രാത്രിക്ക് തോന്നിയത് കിട്ടിയത് ഞങ്ങളുടെ കുഞ്ഞിന് ചാട്ട് ഞാൻ കുഞ്ഞാണ് ആഗ്രഹം. അത് നടക്കാൻ പറ്റാതെ പോയതിന്റെ കാരണമല്ല. ഞാൻ പ്രശ്നത്തിൽ ഞങ്ങളിട്ടില്ല. ഇന്നും എന്റെ ആഗ്രഹം നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്നതാണ്. എന്റെ ആഗ്രഹം മരണത്തിനൊക്കെ ഉണ്ടെങ്കിൽ അത് മോശമായ രണ്ടിലാണ് മരണം വരികയായിരുന്നു. എനിക്കറിയാൻ ശരിയെ ഞാൻ കുറ്റക്കാരനാണ്. പക്ഷെ എനിക്ക് പേടിയ ശരിയെ ഞാൻ പുറത്തുകൊണ്ടപ്പോ പേടിച്ചപ്പോ എന്റെ ആഗ്രഹം കുട്ടികൾ ഇപ്പോൾ പറയുമ്പോൾ ജീവിച്ചിരുന്നത് പ്രതിരാജിന്റെ കൊണ്ടുവരുമായി കാത്തിരിപ്പുണ്ട്. എന്റെ കൊതിന് ഒന്നടങ്ങാൻ നശിപ്പിക്കാനായി പേടിയില്ല. ഞാൻ അയച്ചത് എനിക്ക് ഞാൻ ചെയ്യില്ല.
പരിചയപ്പെടുത്തിയത് ആരെയാണെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. കൃഷ്ണദേവ് സാറിന് കൃഷ്ണദേവ് അവരുടെ മോളെ ആയതിനേക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ അങ്ങനൊന്നും പെരുമാറില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യണം? അതിനാ ഇതൊന്നും കണ്ണും കേട്ട് നോക്കുമെന്ന് എനിക്കറിയാം. ഒരിക്കലും ഇങ്ങനെ വാടി എന്റെ സ്വപ്നത്തിലോട്ട് സംസാരിക്കരുത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ആദരനെ അവൻ വിളിക്കുകയാണ് സ്നേഹത്തോടെ. അവൾ വരുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും അവൻ കണ്ണുകൾ വിലയടച്ചു. അവന്റെ ആ നിദ്രയിൽ അവളുടെ പേര് മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ആതിര, നീ എപ്പോഴാ എന്റെ സ്വപ്നത്തിൽ വരാ? എനിക്ക് മറുപടി തരാ. ഞാൻ എന്താ തെറ്റ് ചെയ്തെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തരാ. ആതിര, പ്ലീസ് വാ. നിനക്കായി നിന്റെ ജയ് കാത്തിരിക്കുന്നു. ആതിര, നീ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. നീ വന്നേ പറ്റൂ. എനിക്ക് ഇതിനൊക്കെ ഒരു ഉത്തരവ് തന്നേ പറ്റൂ. ആതിര, I love you. I love you, dear. I miss you so much.